കിച്ചണിലെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഡ്രാഗൺ ചിക്കൻ ആണ്. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതിനായി 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ബൗളിൽ 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയ്ക്കൊപ്പം ഒരു മുട്ട കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ മുട്ട ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. കുറച്ച് കട്ടിയായ ബാറ്ററാണ് നമുക്ക് ആവശ്യം. ഈ ബാറ്ററിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചിക്കൻ പീസുകൾ ഓരോന്നായി ബാറ്ററിൽ മുക്കിയെടുത്താലും മതിയാകും. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് സൗകര്യമായി തോന്നിയത്. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചിക്കൻ പീസുകളെല്ലാം തന്നെ ഇതിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വിട്ട് ഇട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാ ചിക്കൻ പീസുകളും ഫ്രൈ ചെയ്തെടുക്കുക. വേറൊരു കടായി എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് നന്നായി ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് മിശ്രിതം ചേർക്കുക. കൂടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ സവാള ചേർക്കുക. കുറച്ച് ഉപ്പും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർക്കുക. ഞാൻ 2 കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം 3 കളർ കയ്യിലുള്ളവർക്ക് 3 കളർ ക്യാപ്സിക്കവും ചേർക്കാം. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതിനടുത്ത് ചിക്കനും സവാളയും ക്യാപ്സിക്കവും എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയും ക്യാപ്സിക്കവും അധികം വേവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വഴഞ്ഞു കിട്ടിയാൽ മതിയാകും. ഇനി ഇതാ സോസുകൾ ചേർക്കാം. ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്. ഇത് മൂന്നും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡ്രാഗൺ ചിക്കന് നല്ല മണവും രുചിയും നൽകുന്നത് ഈ 3 സോസുകളാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒന്നുകൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കോൺഫ്ലവർ കട്ട കെട്ടാതെ അലിയിപ്പിച്ച ശേഷം ഈ മിശ്രിതം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുക്കുക. ഇത് ചിക്കൻ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇതാ ഡ്രാഗൺ ചിക്കൻ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എരിവ് ആവശ്യത്തിന് മാത്രമുള്ള ഡ്രാഗൺ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.